everyone, welcome to Bosco Campus Vision. I am Grishma TJ, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. In this lecture, I am giving you a brief explanation of merits and demerits of customs duty. In the previous lecture, we learned about the meaning of customs duty. What's the meaning of customs duty? Customs duty refers to the duty levied on the import of goods as well as on the export of goods. Duty imposed on goods import to the country is called import duty, and the duty levied on goods exported out of the country is called export duty. Let us discuss the merits or importance of customs duty. First one, receiving the revenue. Customs duty forms an important source of revenue for the central government. കസ്റ്റംസ് ഡ്യൂട്ടിയിലൂടെയാണ് മെജോറിറ്റിയും സെൻട്രൽ ഗവൺമെൻറ്റിന് റവന്യൂ ലഭിക്കുന്നത്. സെക്കൻഡ് വൺ, പ്രൊട്ടക്ഷൻ ടു ഡൊമസ്റ്റിക് ഇൻഡസ്ട്രി. ഇമ്പോർട്ട് ഡ്യൂട്ടി പ്രൊവൈഡ്സ് പ്രൊട്ടക്ഷൻ ടു ദ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രി, സ്പെഷ്യലി സ്മോൾ സ്കെയിൽ ആൻഡ് ഹൗസ് ഹോൾഡ് ഇൻഡസ്ട്രി, against the competition from the well-developed foreign industry. വെൽ ഡെവലപ്ഡ് ഫോറിൻ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള അൺഹെൽത്തി കോമ്പറ്റീഷനിൽ നിന്നും ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിയിലെ സ്മോൾ സ്കെയിൽ യൂണിറ്റിനെയും ഹൗസ് ഹോൾഡ് ഇൻഡസ്ട്രിയെയും ഇമ്പോർട്ട് ഡ്യൂട്ടി പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. തേർഡ് വൺ, റെഡ്യൂസിങ് ഡെഫിസിറ്റ് ഇൻ ദ ബാലൻസ് ഓഫ് ട്രേഡ് ആൻഡ് ദ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്. വെൻ ദ ഇമ്പോർട്ട് ഓഫ് എ കൺട്രി ഇൻക്രീസസ് or the export decreases, it becomes difficult to pay in the foreign currency. In such a situation, increasing the cost of imports and decreasing the cost of exports saves foreign currency. Import duty is used to make imports costlier, and providing subsidy on exports decreases the cost of the goods exported. നമ്മുടെ കൺട്രിയുടെ ഇമ്പോർട്ട് കൂടുകയും എക്സ്പോർട്ട് കുറയുകയുമാണ് എങ്കിൽ, ഇമ്പോർട്ട് ഒരുപാടുണ്ട്, എക്സ്പോർട്ട് എന്നാൽ കുറവാണ് എങ്കിൽ നമുക്കവിടെ ഫോറിൻ കറൻസിയുടെ ഷോർട്ടേജ് ഉണ്ടാവും. ഫോറിൻ കറൻസി ഒരുപാട് നമുക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് പേ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ കോസ്റ്റ് ഓഫ് ഇമ്പോർട്ട് ഡ്യൂട്ടി കൂട്ടുകയും കോസ്റ്റ് ഓഫ് എക്സ്പോർട്ട് ഡ്യൂട്ടി കുറയ്ക്കുകയാണ് എങ്കിൽ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്നും ഫോറിൻ കറൻസി പേ ചെയ്യുകയാണ്, നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയാണ്. എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് ഫോറിൻ കറൻസി വരികയാണ് ചെയ്യുന്നത്. അപ്പം ഇമ്പോർട്ടിൻ്റെ കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുകയാണ്, കൂട്ടുകയാണ് എങ്കിൽ ഒരുപാട് ഫോറിൻ കറൻസി നമ്മുടെ കയ്യിൽ നിന്ന് പോവില്ല. അതേപോലെ എക്സ്പോർട്ടിൻ്റെ കോസ്റ്റാണ് നമ്മൾ കുറയ്ക്കുന്നതെങ്കിൽ നമ്മുടെ കയ്യിൽ തന്നെ ഒരുപാട് ഫോറിൻ കറൻസി വന്നു ചേരും. എക്സ്പോർട്ടിന് ഗവൺമെൻറ് ഒരുപാട് സബ്സിഡീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് എക്സ്പോർട്ടിന് സബ്സിഡീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചില ഐറ്റത്തിന് എക്സ്പോർട്ട് ഡ്യൂട്ടി കൊടുക്കണ്ട, സീറോ എക്സ്പോർട്ട് ഡ്യൂട്ടി ഉണ്ട്. എക്സാമ്പിൾ, ഷുഗർ കെയിൻ നമ്മൾ ഷുഗർ ഇൻഡസ്ട്രിയിൽ ഷുഗർ എക്സ്പോർട്ട് ചെയ്യുകയാണ് എങ്കിൽ സീറോ എക്സ്പോർട്ട് ഡ്യൂട്ടിയാണ്, അവിടെ എക്സ്പോർട്ട് ഡ്യൂട്ടി ഒന്നും തന്നെ കൊടുക്കണ്ട. ഫോർത്ത് പോയിൻറ്റ്, controlling the smuggling. When the import duty is high, it encourages smuggling because it becomes profitable. But when import duty is lowered, then smuggling does not remain a profitable proposition and it decreases. Decrease of import duty on gold is a very good example of this. Import duty high ആണ് എങ്കിൽ സ്മഗ്ലിംഗ് ഉണ്ടാവാനുള്ള സിറ്റുവേഷൻ ഉണ്ട്. സ്മഗ്ലിംഗ് കൂടുതൽ പ്രോഫിറ്റബിൾ ആവുന്ന സിറ്റുവേഷൻ, ഇമ്പോർട്ട് ഡ്യൂട്ടി കൂടുതലാണെന്ന് തോന്നുകയാണ് എങ്കിൽ ആൾക്കാർ സ്മഗ്ലിംഗ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇമ്പോർട്ട് ഡ്യൂട്ടി കുറയ്ക്കുകയാണ് എങ്കിൽ സ്മഗ്ലിംഗ് ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ളൊരു പ്രൊപ്പോസിഷനേ അല്ല. അതുകൊണ്ട് തന്നെ സ്മഗ്ലിംഗ് കുറയണമെങ്കിൽ ഇമ്പോർട്ട് ഡ്യൂട്ടി കുറയ്ക്കണം. അപ്പോൾ ഗോൾഡിൻ്റെ ഇമ്പോർട്ട് ഡ്യൂട്ടി കുറയ്ക്കുകയാണ് എങ്കിൽ ഗോൾഡിൻ്റെ സ്മഗ്ലിംഗ് നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് കൺട്രോൾ ചെയ്യാം. ഫിഫ്ത്ത് പോയിൻറ്റ്, reducing exports. If certain goods are in short supply in our country and are in great demand outside and is sold at a higher price, then it is natural that the traders will export the goods. In such a situation,
the government will make the exports costlier by imposing heavy export duty on it. നമ്മുടെ കൺട്രിയിൽ ഒരു ഗുഡ്സിൻ്റെ സപ്ലൈ ഷോർട്ടേജ് ആണ് എങ്കിൽ, അതിന് ഡിമാൻഡ് ഔട്ട്സൈഡ് ഇന്ത്യയിൽ കൂടുതലാണ് എങ്കിൽ ട്രേഡേഴ്സ് നാച്ചുറലായിട്ടും ആ ഗുഡ്സ് നല്ല ഹയർ പ്രൈസിൽ അത് എക്സ്പോർട്ട് ചെയ്യാൻ ട്രേഡേഴ്സ് ശ്രമിക്കും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഗവൺമെൻറ് എക്സ്പോർട്ട് ഡ്യൂട്ടി കൂടുതൽ ഇമ്പോസ് ചെയ്യുകയും ആ ഗുഡ്സ് നമ്മുടെ കൺട്രിയിൽ തന്നെ ലഭ്യമാക്കാൻ ശ്രമിക്കുകയും ചെയ്യും. ഫോർ എക്സാമ്പിൾ, ആ സർട്ടൻ ഗുഡ്സ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് 1000 രൂപ നമുക്ക് എന്ത് ചെയ്യും കിട്ടും ആ ഗുഡ്സിന്. അല്ലെങ്കിൽ നമ്മുടെ കൺട്രിയിൽ വിൽക്കുകയാണ് എങ്കിൽ അതിന് 400 റുപ്പീസ് കിട്ടുന്നുള്ളതെന്നിരിക്കട്ടെ. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ആൾക്കാർ എന്ത് തീരുമാനിക്കും? എക്സ്പോർട്ട് ചെയ്യാൻ തീരുമാനിക്കും. ഗവൺമെൻറ് ഇടപെട്ട് എക്സ്പോർട്ട് ഡ്യൂട്ടി കൂടുതൽ ഈടാക്കി, ദാറ്റ് മീൻസ് ഒരു 1500 രൂപയാണ് എക്സ്പോർട്ട് ഡ്യൂട്ടി ഈടാക്കുന്നതെങ്കിൽ അവർക്ക് എക്സ്പോർട്ടിനേക്കാളും കൂടുതൽ നമ്മുടെ കൺട്രിയിൽ തന്നെ ആ ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നതാണെന്ന് തോന്നും. അങ്ങനെ ഒരു സപ്ലൈ നമ്മുടെ കൺട്രിയിൽ തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ടും ഗവൺമെൻറ് എന്ത് ചെയ്യും? എക്സ്പോർട്ട് ഡ്യൂട്ടി കൂടുതൽ ഈടാക്കാം. ലാസ്റ്റ് പോയിന്റ്, സേവിങ് ഫോറിൻ എക്സ്ചേഞ്ച്. Several luxury items are better made in foreign countries. The richer class of our country spends a lot of foreign exchange on the purchase of these items. To solve this problem, the government tries to reduce the demand of foreign-made luxury goods by making them costlier through the imposition of increased import duties on them. ഒരുപാട് ലക്ഷറി ഐറ്റംസും ഫോറിൻ കൺട്രിയിൽ നിന്നും വരുന്നതാണ്. അപ്പം റിച്ചർ ക്ലാസ് ആയിട്ടുള്ള, നമ്മുടെ കൺട്രിയിൽ റിച്ചർ ക്ലാസ് ആയിട്ടുള്ള പീപ്പിൾ ഒരുപാട് ലക്ഷറി ഐറ്റംസ് ഫോറിൻ കൺട്രിയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ ഇമ്പോർട്ട് ചെയ്യുമ്പം നമ്മുടെ കൺട്രിയിൽ നിന്നും ഫോറിൻ കറൻസി എന്ത് ചെയ്യുകയാണ്? പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് ഫോറിൻ കറൻസി പോകാതിരിക്കാൻ വേണ്ടി ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഗവൺമെൻറ് ഇമ്പോർട്ട് ഡ്യൂട്ടി ഒരുപാട് ഈടാക്കും. ഇമ്പോർട്ട് ഡ്യൂട്ടി കൂടുന്നതോടുകൂടി ആൾക്കാർ ആ ലക്ഷറി ഐറ്റം ഇമ്പോർട്ട് ചെയ്യുന്നത് കുറയ്ക്കുകയും നമ്മുടെ കൺട്രിയിൽ ഫോറിൻ കറൻസി നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. ഡീമെറിറ്റ്സ് ഓഫ് കസ്റ്റംസ് ഡ്യൂട്ടി. ഫസ്റ്റ് വൺ, കോസിങ് ഇൻഫ്ലേഷൻ. Imposition of import duty makes the goods costlier. When these goods are sold at a higher price, even VAT on them increases. Thus, every direct or indirect duty or tax causes inflation. കസ്റ്റംസ് ഡ്യൂട്ടി ഇൻഫ്ലേഷന് കാരണമാകുന്നു. ഇമ്പോർട്ട് ഡ്യൂട്ടി വളരെ കൂടുതൽ ഇമ്പോസ് ചെയ്യുന്നത് വഴി സാധനങ്ങളുടെ വില കൂടുകയും വാറ്റ് അതുവഴി ഇൻക്രീസ് ചെയ്യുകയും ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ഡ്യൂട്ടികൾ ഇൻക്രീസ് ചെയ്യുകയും ടാക്സ് ഇൻക്രീസ് ചെയ്യുന്നതും വഴി ഇൻഫ്ലേഷൻ കാരണമാകുന്നു. Second one, increases black money. If the rates of customs duty are higher, and in several cases, traders indulge in smuggling to avoid these duties. This converts the profit of the business into black money. കസ്റ്റംസ് ഡ്യൂട്ടിയുടെ റേറ്റ് ഹയർ ആവുന്നത് വഴി ഒരുപാട് കേസുകളിൽ ട്രേഡേഴ്സ് സ്മഗിൾ ചെയ്യാൻ സാധ്യതയുണ്ട്. ഡ്യൂട്ടീസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ട്രേഡേഴ്സ് എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? സ്മഗിൾ ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ബ്ലാക്ക് മണി ആയിട്ട് മാറും. അതിൻ്റെ സോഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? കണ്ടെത്താൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അത് ബ്ലാക്ക് മണി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും. തേർഡ് വൺ, absence of better quality goods. In foreign countries, goods of better quality are available at cheaper price. But the policy of providing protection to domestic industry, either by prohibiting imports or making imports costlier, reduce the availability of these goods to the common man. ഫോറിൻ കൺട്രീസിൽ ചീപ്പർ പ്രൈസിൽ ബെറ്റർ ക്വാളിറ്റി ഗുഡ്സ് അവൈലബിൾ ആണ്. പക്ഷെ നമ്മുടെ കൺട്രിയിൽ ബെറ്റർ ക്വാളിറ്റി ഗുഡ്സ് എല്ലാം എക്സ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സെക്കൻഡ് ക്വാളിറ്റി മാത്രമേ നമ്മുടെ കൺട്രിയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പം ആ ഒരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി, ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഒന്നുകിൽ നമ്മൾ
ഇമ്പോർട്ടിനെ പ്രൊഹിബിറ്റ് ചെയ്യുകയോ ഇമ്പോർട്ട് ഡ്യൂട്ടി കൂടുതലാക്കുകയോ ചെയ്തുകൊണ്ട് കോമൺ മാനും ക്വാളിറ്റി ഗുഡ്സ് നമ്മൾ എന്ത് ചെയ്യണം, അവൈലബിൾ ആക്കേണ്ടി വരും. ഫോർത്ത് പോയിന്റ്, കോംപ്ലക്സ് പ്രൊസീജിയർ. ഇമ്പോർട്ടേഴ്സ് ആൻഡ് എക്സ്പോർട്ടേഴ്സ് ഹാവ് ടു ഫേസ് വേരിയസ് ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് ഡ്യൂ ടു കോംപ്ലക്സ് പ്രൊവിഷൻസ് ഓഫ് ദ കസ്റ്റംസ് ലോ. It is not possible to comply these provisions without the services of professionals and specialist advisors. കസ്റ്റംസ് ലോയുടെ പ്രൊവിഷൻസ് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടേഴ്സിനും എക്സ്പോർട്ടേഴ്സിനും ഒരുപാട് ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. കസ്റ്റംസ് ലോയുടെ പ്രൊവിഷൻസ് നടപ്പാക്കണമെങ്കിൽ ഇമ്പോർട്ടേഴ്സിനും എക്സ്പോർട്ടേഴ്സിനും പ്രൊഫഷണൽസിൻ്റെയും സ്പെഷ്യലിസ്റ്റ് അഡ്വൈസേഴ്സിൻ്റെയും സേവനങ്ങൾ ആവശ്യമായിട്ട് വരും. ഈ ലെക്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള അസൈൻമെൻറ്റ് എന്ന് പറയുന്നത് മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് ഓഫ് കസ്റ്റംസ് ഡ്യൂട്ടി. താങ്ക് യു ഫോർ ലിസണിങ്.